സർ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവിടുത്തെ ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ പല കോളേജുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റികളുടെ എണ്ണം കുറവായി തോന്നുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? അതായത് വളരെ കഴിവും സാമർഥ്യമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളുടെ കുറവ് കുട്ടികളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നതിലും ഒരു വിഘാതമായി നിൽക്കുന്നില്ലേ സർ? ഒരു പരിധിവരെ യെസ് എന്ന് തന്നെയാണ് അതിനുത്തരം. കാരണം ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അവർ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവരും പഠിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തത് കുറേ കൂടി അവർക്കൊരു കാഴ്ചപ്പാടിലും വ്യത്യാസങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാകണം. നിലവിലുള്ള സിലബസുകൾ പറഞ്ഞു കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം ചാൻസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും, ഈ കോഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എത്തിപ്പെടേണ്ട മേഖല ഏതായിരിക്കും എന്നൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് കൂടി ടീച്ചേഴ്സ് എത്തണം. അത് നിർഭാഗ്യവശാൽ ഇന്ന് വളരെ ചുരുക്കം ടീച്ചേഴ്സിൽ മാത്രമാണ് അത് കാണുന്നുള്ളൂ. എല്ലാ ടീച്ചേഴ്സും ഇന്ന് പരമാവധി അവർ ക്വാളിറ്റിയുള്ള ആളുകളും അവർ നന്നായിട്ട് പഠിച്ചവരും ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അവർ അതിനേക്കാൾ ഉപരി അവരുടേതായ കുറേ കോൺട്രിബ്യൂഷൻസുകൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരാനുണ്ട്, കുട്ടികൾക്കിടയിൽ കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള ഒരു ആരോഗ്യപരമായ ചർച്ചകൾ ക്യാമ്പസുകളിൽ നടക്കുവാണ്. അതിനുള്ള സമയം ഇന്ന് ഇല്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഈ അന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, പ്രത്യേകിച്ച് എക്സ്പേർട്ടായ അല്ലെങ്കിൽ ഓരോ മേഖലയിലും വ്യത്യസ്തമായ രീതിയിൽ പ്രഗത്ഭരായ ഒരു ഫാക്കൽറ്റി, ഒന്നോ രണ്ടോ ഫാക്കൽറ്റിയെങ്കിലും ഒരു ക്യാമ്പസിൽ ഉണ്ടാവൽ നിർബന്ധമാണ്.